ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഈദ് ഷോപ്പിങ്ങിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പം ഫസ്റ്റ് ടോപ്പ് വന്നിട്ടുള്ളത് ഒരു യെല്ലോയിലൊരു വൈറ്റ് ഹാർട്ടൊക്കെ ഉള്ളതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു കളറൊക്കെ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഒരു ഗ്രേ ഫെയ്ഡഡ് ആയിട്ടുള്ളൊരു ജീൻസാണ്. ഇത് ഞാൻ ഇങ്ങനെ പേരെ എടുത്തായിരുന്നില്ല, പക്ഷേ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇത് നല്ല രസമുണ്ടെന്ന് തോന്നി. അപ്പം ഇതാണ് നമ്മൾ പെയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷാളൊക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും. ഇപ്പം നെക്സ്റ്റ് വന്നിട്ടൊരു ഇതാണ് എൻ്റെ മെയിൻ ഡ്രസ്സ് പെരുന്നാളിൻ്റെ. ഇതൊരു സ്വെറ്ററാണ് വൈറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പെയറായിട്ട് വരുന്നത് ഒരു വൈറ്റ് മാക്സി ഡ്രസ്സ് പോലത്തെ ഒരു ഐറ്റമാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ക്ലോത്താണ് ഈ ബ്ലാക്കിൻ്റെത്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ആ ക്ലോത്ത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഒരു വൈറ്റ് ഷാളുണ്ട് പെയർ ചെയ്യാൻ. കൂടാതെ ഒരു ബ്ലാക്ക് ഒരു ജെഗിൻസ് കൈൻഡ് ഓഫ് സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് പെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം. ഇത് ഞാൻ പെയർ ചെയ്തതിന് ശേഷം എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ലോങ് ഡ്രസ്സസൊക്കെ ഇടുന്നത്. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇടാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് നോക്കുവാണെങ്കിൽ ഒരു കോഡ് സെറ്റാണ്. ഇത് വീട്ടിലിടാൻ വേണ്ടി പറ്റുന്നൊരു നമുക്ക് നൈറ്റ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കോഡ് സെറ്റാണ്. തെറ്റിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എനിക്കിത് ഒരു ഓക്കെ ആയിട്ടുള്ളൊരു കോഡ് സെറ്റായിട്ടേ തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ഐറ്റം വന്നിട്ട് നല്ലൊരു മെറ്റീരിയലായിരുന്നു. ഇടാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു തുണിയായിരുന്നു ഈ ഗ്രീൻ കളറിൻ്റെത്. അപ്പം ഇതിനൊരു പാൻറ്റ് വരുന്നുണ്ട്, ഒരു ബനിയൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് പെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് പെയർ ചെയ്തപ്പോഴായാലും നല്ല സുഖമുണ്ട് ഇടാൻ, നല്ല കംഫർട്ടബിളാണ്. ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈദ് ഷോപ്പിങ്ങിൻ്റെ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത്. ബാക്കി ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.